നിക്കണ അവിടെ. നീ ഏത് കോത്താഴത്തെ കള്ളനാടാ? എടാ പോത്തെ, ഇങ്ങനെയാടാ മോട്ടിക്ക. ഒരു സാധനം ആരെങ്കിലും അടിച്ചു മാറ്റുമ്പോ അടിച്ചു മാറ്റുന്ന കൈയും സൃഷ്ടിച്ച ദൈവവും അല്ലാണ്ട് എടുക്കുന്ന വസ്തു പോലും അറിയാൻ പാടില്ല. ഉടമസ്ഥ അറിയുന്ന അതാണ് കൈയടക്കം. ഇത് കണ്ട തുറന്നു നോക്കിയില്ല, വർഷം കൊണ്ടറിയാം ഉള്ളു കാലിയാണോ അല്ലേന്ന്. അത് കൈയടക്കമല്ല, പണിത്തടക്കം. വാ, നീ വാ. ഈ കളവെന്ന് പറയുന്ന ഒരു കലയാ. ജ്ഞാനമുള്ള ഒരു ഗുരുവിന്റെ കീഴിൽ ശിഷ്യപ്പെട്ട് പഠിച്ചെടുക്കേണ്ട ഒരു വിദ്യ. ഞാനിപ്പോ കുറച്ചാലായി വിശ്രമത്തിലാ. വയസ്സും പ്രായമൊക്കെ ആയില്ലേ, റിട്ടയർ ആവാന്ന് വെച്ചു. ഇപ്പം മരുമോൻ്റെ അച്ചപ്പൻ ബിസിനസ്സിൽ അവൻ്റെ ഒരു ഹെൽപ്പറായിട്ട് നിൽക്കുക. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ പറ്റിയൊരു ഗുരുവിൻ്റെ അടുത്താക്കാം. എൻ്റെ ശിഷ്യന്മാരെ വെച്ച് ഏറ്റവും എടുക്കണ പണി പഠിക്കാൻ ഏറ്റവും നല്ലത് അവൻ്റെ അടുത്ത് തന്നെയാ. ബെന്നിയേ, ബെന്നി മോനെ, ബെന്നി. ബെന്നി മോനെ, ബെന്നി. എടാ മോനെ ബെന്നി, എഴുകടാ. റോസ് നീ അതുപോലെ കായ കൂർക്ക് എന്തെങ്കിലും ഇട്ട് വെക്കടി. റോസിയാ എഴുതാ. ബെന്നി നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇട്ട് വെക്ക് നീ. ആശാനോ എന്താടാ ഇന്നലെ രാത്രി പണിയുണ്ടായിരുന്ന? ചെറുതായിട്ട്. ആശാൻ എന്തൊരു മുന്നറിയിപ്പില്ലാണ്ട്? നീ ആകെ ക്ഷീണിച്ചല്ലോ, ഇരിക്ക് പറയാം. അതും വേണ്ട ആശാൻ. ആശാൻ അറിയാലോ, കുറെ എണ്ണത്തിന് കൂടുതൽ നല്ല അസല് പണി കിട്ടിയിട്ടുള്ള. നമ്മളെ ഒറ്റയ്ക്കാകുമ്പോൾ സീൻ ടടാഷ്ടായാലും ഉമ്മക്കാൻ മുങ്ങാം. ഇതാകുമ്പോൾ ഞാൻ ഇനിയും കൂടി ചോക്കാൻ നിൽക്കേണ്ടി വരും. ഇനി കാശ് കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കണ ഇഞ്ചമ്പുളി ഇതാവണമെങ്കിൽ ഒരു ദിവസം നിന്റെ കുണ്ടിക്ക വെച്ചിട്ട് ഇവനാ പാളും. ആ പൂളം വേറെ എവിടെയെങ്കിലും പോയി നീന്തിക്കോട്ടെ ആശാൻ. ആശാൻ അത് വിട്ടേക്ക്. പിന്നെ ആശാൻ പറയാറുള്ള പോലെ കളവെന്ന് പറയുന്നത് ഒരു ക്രിയേഷനല്ല. അതെപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് അതിൻ്റെ ഒരു സുഖം. ഒക്കെ ശരി തന്നെ, പക്ഷേ നീ കുറച്ചു ദിവസം നിർത്തി നോക്കും മോനെ. പറ്റില്ലെങ്കിൽ ഒഴിവാക്കാമല്ലോ. ഇല്ലെങ്കിൽ വല്ല അപകടത്തിലും പോയി ചാടും, ആരെങ്കിലും അവനെ നാശാക്കും. വേലിപ്പടക്കം വെള്ളത്തിട്ടോർത്ത പ്രായ വെറുതെ നല്ലൊരു ചെറുപ്പക്കാരനെ പാഴാക്കണം. കുറച്ചു ദിവസം നിർത്തണം മോനെ. ഇനിയിപ്പം ഞാനെന്ത് പറയാനാ, ഞാൻ പെട്ടില്ലേ. ആശാ വാ.